ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി വരികയാണ് ആദർശും അനിയും ജയനും അജയനും. അപ്പോഴാണ് രേവതിയും അനാമികയും അങ്ങോട്ട് കയറി വരുന്നത്. ജയൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആഹാ രാവിലെ നടക്കാനൊക്കെ പോയോ എന്ന്. തണുപ്പല്ലേ ഇപ്പം, ആ തണുപ്പത്തൊന്ന് നടന്നു കഴിഞ്ഞാൽ ശരീരം ഒന്ന് ചൂടായിക്കുള്ളൂ എന്ന് രേവതി പറയും. അത് നല്ലതാ എന്ന് പറഞ്ഞ് അവരമ്പലത്തിലേക്ക് അങ്ങ് പോകും. അവർ രണ്ടുപേരും അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനാണ് ദേവയാനിയുടെ അടുത്ത് നയന നിൽക്കുന്നത് കാണുന്നത്. ദേവയാനി ഉടനെ അകത്തേക്ക് പോകാൻ തിരിഞ്ഞ് അനാമികയോട് പറയും, മോളിങ്ങി വന്നേ, വല്യമ്മയ്ക്ക് ഒരു നല്ല ചായ എടുത്തുകൊണ്ട് വരാൻ പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, ചായയൊക്കെ ഇട്ടത് ഇവളാ, അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് കുടിക്കുന്നത് നല്ലതാണെന്ന്. അപ്പം നയന പറയും, ബുദ്ധിമുട്ടുള്ളവരാരും കുടിക്കണ്ട, അങ്ങനെയുള്ളൊരു തന്നെത്താൻ ചായ ഇട്ട് അങ്ങ് കുടിച്ചേച്ചാൽ മതിയെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് രേവതി ഒന്ന് ചമ്മുന്നുണ്ട്. ഉടനെ ദേവയാനി പറയും, അല്ലേ തന്നെ എനിക്ക് ശരീരത്തിന് മൊത്തം വയ്യ, ഒരു തളർച്ചയാണ്, അതിൻ്റെ കൂടെ നീ എന്നെക്കൊണ്ട് വല്ലതും ഒന്നും പറയിപ്പിക്കരുത്, നിൻ്റെ മുഖം ഒന്ന് കാണാതിരിക്കുകയാണ് അത്രയും നല്ലത്, നീ ഒന്ന് പോയി തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ നയനെ അകത്തേക്ക് പോകും. അപ്പോൾ അകത്തുനിന്ന് അനാമിക ചായയായിട്ട് വന്ന് ഇന്നാ വല്യമ്മയെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വലിയ എളിമയോടെയൊക്കെ കൊടുക്കും. ദേവയാനി ഒപ്പം പറയും, ചായ ഉണ്ടാക്കിയത് അവളാണെങ്കിലും കൊണ്ടു തന്നത് മോളല്ലേ, അതുകൊണ്ട് നല്ല രുചി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ചായ അങ്ങ് കുടിക്കും. അന്നേരം അനാമികയും അമ്മയും കൂടെ പരസ്പരം നോക്കുന്നുണ്ട്. പിന്നീട് അനാമികയും അമ്മയും കൂടി ഇരുന്ന് ചായയും കുടിച്ച് ഇരുന്ന് ചർച്ച ചെയ്യുക നവിയുടെ കുഞ്ഞിനെ കളയുന്നതിനെക്കുറിച്ച്. ആ സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത്. അപ്പം ജലജ മനസ്സിലോർക്കും, ഇവളുമാരെന്തായാലും നവിയുടെ കുഞ്ഞിനെ കളയാൻ തീരുമാനിച്ചതാണ്, അപ്പോൾ ഇവളുമാരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ചേ പറ്റത്തുള്ളെന്ന് പറഞ്ഞ് അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, എന്തായാലും ഇന്ന് വൈകിട്ട് കൊണ്ട് അവളുടെ എല്ലാ കുഴപ്പവും തീരും, അവൾ ഇന്നിവിടെ കിടന്ന് ഓടുന്നത് നമുക്ക് കാണണം, അവളുടെ കുഞ്ഞ് ഇന്നോടെ പൊക്കോളും എന്നൊക്കെ പറയും. എന്തായാലും അടിക്ക് തിരിച്ചടി കൊടുക്കണം, അവളെ ഇന്ന് ഇവിടെ ഇട്ട് ഓടിക്കണം, അവൾക്ക് വേദന എവിടെയൊക്കെയാണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ അവൾ ഓടണം, അവളുടെ കുഞ്ഞ് പോകുന്നതോടുകൂടി അവൾ ഇച്ചിരി ഒതുങ്ങിക്കോളും എന്നൊക്കെ അനാമിക പറയും. അപ്പം മറിഞ്ഞു നിൽക്കുന്ന ജലജ ഓർക്കുന്നുണ്ട്, ഇന്നുകൊണ്ട് ശല്യം തീരുവല്ലോ, എന്തായാലും എൻ്റെ മോനോട് ചെന്ന് പറഞ്ഞേക്കാം അവളെ നന്നായിട്ട് അങ്ങ് സ്നേഹിക്കാൻ എന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങ് പോകും. എന്നിട്ട് അവിയോട് എന്ന് പറയുന്നുണ്ട്, എടാ നീ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, അവളെ ചെന്ന് സ്നേഹിക്ക് എന്ന് പറയും. അമ്മ ഞാൻ ഇന്ന് അമ്പലത്തിൽ പോലും പോകാതിരുന്നതിന് കാരണം അമ്മ പറഞ്ഞുകൊണ്ടാണ് അവളെ സ്നേഹിക്കണമെന്ന്, അതുകൊണ്ട് ഇരിക്കുന്നതാ, എന്നാൽ നീ എത്രയും പെട്ടെന്ന് അവളെ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലോട്ട് പോകാൻ പറയും. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, അവളുടെ ആ വൃത്തികെട്ട അച്ഛനെ അമ്മയെ എല്ലാം നീ അങ്ങ് സ്നേഹിച്ചേക്കണം, ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കാത്ത രീതിയിൽ വേണം നീ അവിടെ പെരുമാറാൻ, ആദർശിനെ പോലെ തന്നെ നീ നല്ലവനായെന്ന് അവർക്ക് തോന്നണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാലും എൻ്റെ അമ്മയെ ഇത്രയൊക്കെ ചെയ്തിട്ട് അവസാനം ആശിച്ചു പോയതുപോലെ ആവുമോ എന്ന് ജലജയോട് അഭി ചോദിക്കുന്നുണ്ട്. എടാ നീ ഇങ്ങനെ മാലയിട്ടുകൊണ്ട് ദൈവത്തിനെ പരീക്ഷിക്കരുത്, നീ സത്യമായിട്ടും വിശ്വസിച്ചങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറയും, അല്ലാതെ മണ്ടത്തരങ്ങളൊന്നും നീ കാണിക്കരുത്. അമ്മ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ മണ്ടനെന്ന് വിളിക്കുന്നു ചോദിക്കും. അല്ലാതെ പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വേറെ ആരെങ്കിലും ചെയ്യുമോ, നീ കാരണമല്ലേ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായേ, നവി ഇങ്ങോട്ട് കയറി വരുമായിരുന്നോ, അല്ലെങ്കിൽ നയനയും കൂടെ കയറി വരുമായിരുന്നോ, ഇപ്പം കണ്ടില്ലേ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത്, നല്ലൊരു കോടീശ്വരി പെണ്ണിനെ കിട്ടിയിരുന്നെങ്കിൽ നിനക്കിപ്പം അനന്തപുരി തറവാട്ടിലെ സ്വത്തൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ആ ഭാര്യയുടെ സ്വത്തിലൊക്കെ ജീവിക്കത്തില്ലായിരുന്നു എന്ന് ചോദിക്കും. അത് ഞാൻ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല അമ്മേ, ഇനി ഇവളെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം വേറൊരു കല്യാണം കഴിക്കാൻ, ഞാൻ 2-3 പെൺപിള്ളേരെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയും. നീയായിട്ട് ഇനി ഒന്നും കണ്ടുവെക്കണ്ട, ഇനി അവളെമാരെ ഒഴിവാക്കാനായിട്ട് ഞാൻ കിടന്ന് എൻ്റെ തല പോയിക്കണം, അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടുവെച്ചോളാം, നീ ഇപ്പം ഞാൻ പറഞ്ഞ് അങ്ങ് ചെയ്യാൻ പറയും. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അഭി അകത്തേക്ക് പോകും. അഭി ചെല്ലുമ്പോഴത്തേന് നവിയെ പോകാനായിട്ടൊക്കെ ഒരുങ്ങുക, എന്നു സ്വർണ്ണമാലകളും വളകളൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക. ഉടനെ അഭി പറയും, ഇന്ന് എന്നത്തെക്കാട്ടിലും ഒരുപാട് സുന്ദരിയായിട്ടുണ്ടല്ലോ നീ എന്ന്. അത് സന്തോഷം കൊണ്ടാന്ന് പറയും. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം, നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞോന്ന് ചോദിക്കും. ഇല്ല ഞാൻ പറഞ്ഞില്ല, നിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് അറിയത്തില്ലല്ലോ, അത് കാരണം പറയാഞ്ഞെന്ന് പറയും. അല്ല എന്നാലും പറയേണ്ടതായിരുന്നല്ലേ എന്ന് നവിയ പറയുന്നുണ്ട്. അത് സാരമില്ല, അവിടെ എന്തുണ്ടായാലും അതൊക്കെ നമുക്ക് കഴിച്ചേച്ച് പോരാം, അതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയും. എന്നാലും ഞാനൊരു ഞെട്ടലില്ല, നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ മാറണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്, അതെന്തായാലും ഭഗവാൻ കേട്ടല്ലോ എന്നുള്ള സന്തോഷം എനിക്കുണ്ട്, അത് നീ വിചാരിക്കുന്ന പോലെ തന്നെയാണ്, എന്തായാലും ഇനി ഞാൻ ഒരിക്കലും മാറത്തില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എൻ്റെ അമ്മയോടും ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഇനി അമ്മയുടെ വാക്കുകൾക്കൊന്നും ഞാൻ വില കൊടുക്കാൻ നോക്കുന്നില്ല, നമ്മളുടെ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കുന്നുള്ളെന്നൊക്കെ അഭി അങ്ങ് സോപ്പിടുകയാണ് നവിയെ സത്യമായിട്ടും ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ
നീ വാ, നമുക്ക് ഒരുമിച്ചിറങ്ങി അങ്ങോട്ട് പോകാം, നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ താഴേക്ക് ചെല്ലുന്നത് എല്ലാവരും കാണട്ടെ എന്നൊക്കെ അഭി പറയുന്നുണ്ട്. അപ്പം നവ്യ സന്തോഷത്തോടു കൂടി അഭിയുടെ കൂടെ താഴോട്ട് വരും. അവർ താഴെ വരുമ്പോഴത്തേന് അനാമികയും അമ്മയും സെറ്റിയലിരിപ്പുണ്ട്. അമ്മയെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അനാമിക രേവതിയോട് പറയും. അപ്പോൾ രേവതി വരട്ടവൾ ഇന്നൂടെ ഉള്ള അവളുടെ ഈ ചാട്ടമൊക്കെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കും. അന്നേരം അവരിറങ്ങി താഴെ വന്ന് കഴിയുമ്പോഴത്തേന് ഇവരെ മൈൻഡ് ചെയ്യാതെ നവി അങ്ങ് പോവും. അന്നേരത്തേന് ഉടനെ രേവതി ചോദിക്കും, എവിടെ പോവാ രണ്ടുപേരൂടെ എന്ന്, പുറത്തോട്ടാണെന്ന് നിൽക്കും. ഉടനെ നവിയെ തിരിഞ്ഞ് നിൽക്കും. ഞങ്ങൾ പുറത്തോട്ടാണേലും എങ്ങോട്ടാണെങ്കിലും നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. അല്ല, പതിവില്ലാതെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും. ഇവിടെ അങ്ങനെ പതിവില്ലാതെ പലതും നടക്കും, അതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയും. ഇപ്പോൾ തന്നെ നിങ്ങൾ കഴിച്ച പായസത്തിൽ ഞാൻ വിഷം ചേർത്തെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞല്ലേ നീ ഇവിടെ കിടന്ന് ബഹളം വെച്ചേ, എന്നിട്ട് ആരെങ്കിലും വിശ്വസിച്ചോടിന്ന് ചോദിക്കും. നീ പറഞ്ഞതല്ലേ എൻ്റെ മുഖത്ത് നോക്കി, എന്നിട്ട് നീ കള്ളത്തരം പറഞ്ഞതല്ലേ ഇടി എന്നൊക്കെ അനാമികയും നവിയയുടെ നേരെ ചെല്ലുന്നുണ്ട്. ആരടി അത് വിശ്വസിച്ച്, നിങ്ങളടി കള്ളികൾ, നീയും നിൻ്റെ അമ്മയൊക്കെയാണ് കള്ളികളെന്ന് പറഞ്ഞ് നവിയും ചെല്ലും. എടിയെന്ന് പറഞ്ഞ് നവിയെ തല്ലാനായിട്ട് അനാമിക ചെല്ലുന്നുണ്ട്. നീ എൻ്റെ മുഖത്തെങ്ങാനും തല്ലിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ 2 ചെവിക്കലും ഞാൻ അടിച്ചു പൊട്ടിക്കുകയും ചെയ്യുമെന്ന് നവിയും പറയും. അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്, നീ ചോദിച്ചതിന് മറുപടിയല്ലേ അവൾ പറഞ്ഞുള്ളൂ എന്ന് അഭി നവിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടെ കാണുമ്പോഴത്തേന് അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരും. നീ ഇങ്ങോട്ട് വന്നേ നവിയെ, നമ്മൾ നല്ലൊരു കാര്യത്തിന് പോകാൻ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് വരാൻ പറഞ്ഞ് നവിയെ വിളിച്ചുകൊണ്ട് അഭി പുറത്തേക്ക് പോകും. അത് കാണുമ്പോഴത്തേന് രേവതി പറയും, ഇന്നത്തോടെ ഇവളുടെ എല്ലാ ഇളക്കവും നമുക്ക് നിർത്തണം, ഈ രാത്രി ഒന്ന് ആയിക്കോട്ടെ, ഇന്നത്തെ പാലിനകത്ത് അത് കലക്കി കൊടുത്തിട്ടുള്ള കാര്യമേ ഉള്ളെന്ന് പറയും. എന്നാലും ഇനി പാല് വേറെ ആരും രാത്രി കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയും, ആരുമില്ലെന്നാ തോന്നുന്നേ, ഇവൾ മാത്രമേ പാല് കുടിക്കുന്നുള്ളെന്ന് പറയും. എന്നാലും ആദർശിനെങ്ങാനും കൊണ്ട് പാല് കൊടുക്കുമോയെന്ന് ചോദിക്കും. അയാൾക്ക് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിലും അയാളോട് എനിക്ക് അത്രയ്ക്ക് സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല. എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനാണെങ്കിൽ ദൈവത്തെ പോലെ കാണുന്നതാണ് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഈ ആദർശിനെയും. അത് കാരണം എനിക്ക് ഇവരെ ഒന്നിനെയും കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് അനാമിക പറയുന്നുണ്ട്. നവിയ അവിയും കൂടെ പുറത്തേക്ക് പോകാൻ വരുമ്പോഴത്തേന് മുത്തശ്ശനും മുത്തശ്ശിയും സിറ്റ് ഔട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ നിങ്ങൾ രാവിലെ എങ്ങോട്ടാ, ചെക്കപ്പ് വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. മുത്തശ്ശൻ പറയും, ചെക്കപ്പിനാണ് ഇത്ര നേരത്തെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അതല്ല മുത്തശ്ശ, ഞങ്ങൾ നവിയുടെ വീട് വരെ പോവുകയാണെന്ന് അഭി പറയും. ആണോ, എന്നാൽ വലിയ സന്തോഷമായെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. നിനക്കിതെന്ത് പറ്റി, നിൻ്റെ അമ്മയാണെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കുന്ന ആളല്ലല്ലോ എന്ന് പറയും. ഞാൻ മാല ഇട്ടപ്പം തൊട്ടങ്ങ് നന്നായെന്ന രീതിയിൽ അഭി സംസാരിക്കും. എന്തായാലും ഇവനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഉടനെ നവ്യ പറയും, എനിക്കും സംശയം ഉണ്ടായിരുന്നു മുത്തശ്ശ, ഇപ്പം പിന്നെ ഇവൻ നന്നായെന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുമെന്ന് പറയും. അത് കേട്ടുകൊണ്ട് നയനെ അങ്ങോട്ട് വരും. നയനെ ഇവർ വീട്ടിൽ പോകാമെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. മോൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷം ഇവർ വീട്ടിൽ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ നയനയോട് മുത്തശ്ശി ചോദിക്കും. മുത്തശ്ശിയോടൊപ്പം നയന പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇവർ ഒരുമിച്ച് ചെല്ലുന്ന കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ സ്നേഹത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചെന്നൊക്കെ അഭി പറയും. എന്നിട്ട് ഇവർ രണ്ടുപേരും അങ്ങ് വീട്ടിലേക്ക് പോകുന്നു. അപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും സന്തോഷമാകുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയും, കണ്ടോ അവൻ്റെ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ, അതുപോലെ നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ താലോലിക്കാൻ റെഡിയായിട്ടിരിക്കുക എന്ന് പറയും. പിള്ളേർ അതിനു വേണ്ടിയൊക്കെ സന്തോഷത്തോടെ സമ്മതിച്ച് വന്നല്ലായിരുന്നോ, അന്നേരം വല്ല ദേവയാനി വ്രതത്തിൻ്റെ കാര്യവും പറഞ്ഞു വന്നെന്ന് പറയും. പുരോഹിതൻ നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അത് സത്യമാകുക തന്നെ ചെയ്യും, പക്ഷേ നിങ്ങളായിട്ടത് നീട്ടിക്കൊണ്ട് പോകരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളെന്ന് മുത്തശ്ശൻ പറയും. അത് കേൾക്കുമ്പോൾ നവിയെ നാണത്തോടെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകും. നയന പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ദേവയാനി കാണുന്നുണ്ട്. മണിയടിക്കുന്ന ഒച്ച കേട്ടുകൊണ്ട് അനാമിയെ അമ്മയും അങ്ങോട്ട് വരും. എന്നിട്ട് അവർ നയന പൂജ ചെയ്യുന്ന കാണുമ്പോഴത്തേന് അകത്തേക്ക് കയറത്തേയില്ല. ജയനും അജയനും ആദർശും അനിയൊക്കെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേന് പൂജാമുറിയുടെ വാതിൽക്ക് ദേവയാനിയും അനാമികയും അമ്മയും നിൽക്കുന്ന കാണും. നയനമോള് പൂജ ചെയ്യല്ലേ, എന്നിട്ട് എന്തായി പുറത്ത് തന്നെ നിന്നെന്ന് ചോദിക്കും. അവൾ പൂജ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അകത്തോട്ട് കയറാഞ്ഞെന്ന് ദേവയാനി പറയും. അത് കേൾക്കുന്ന ആദർശിന് സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും പൂജാമുറിയിലേക്ക് ചെല്ലും. നയന പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരെയും ദീപം കൊണ്ട് ഒഴിയുന്നു. ആദ്യം ആദർശിനെയാണ് ഒഴിയുന്നത്. അത് കാണുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരും. പിന്നെ ജയനെയും അനിയെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അനാമികയ്ക്കും അവരുടെ അമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ട്.
ആദർശ് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അന്നേരം. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഭാര്യയോടുള്ള പിണക്കം എല്ലാം മാറി സ്നേഹിക്കാൻ ഇടവരണേ. ഞാൻ 41 ദിവസത്തെ കഠിനവ്രതം എടുത്ത് മല ചവിട്ടി വരുമ്പോഴത്തേന് എൻ്റെ ഭാര്യ എൻ്റെ അമ്മ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേന് നയനയും പുറത്തേക്ക് ഇറങ്ങി വരും. അന്നേരത്തേന് ഉടനെ രേവതി പറയും, ഓ ഇവിടെ ഉള്ളവരെ എല്ലാവരെയും ഭക്തി മാർഗത്തിൽ അങ്ങ് വളച്ചെടുത്തിരിക്കുകയല്ലേ എന്ന്. അത് കേൾക്കുന്ന ദേവയാനിയും പറയും, ആ ഇവിടുത്തെ ആണുങ്ങളെ മുഴുവൻ ഇങ്ങനെ വലയിലാക്കി വെച്ചേക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് നയന തിരിഞ്ഞു നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.